നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ കോവയ്ക്ക് പറിക്കുന്നത് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങളുടെ വെറും വിചാരം മാത്രമാണ്. എന്നാൽ ഞാനൊരു സത്യം പറയട്ടെ, ഞാനിത് ഉപ്പിലിടാൻ വേണ്ടിയിട്ടാട്ടോ പറിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ പെണ്ണിന് എന്താ വട്ടായ, ഇന്നലെയല്ല ആ മാങ്ങി മുളകൊക്കെ ഉപ്പിലിട്ടത് എന്ന്. ശരിക്കും പറഞ്ഞ ഒരു ചെറിയ വട്ട് തന്നെയാണ്. ഇന്നലെ ഞാൻ യൂട്യൂബിൽ നോക്കുമ്പോഴാണ് ഈ കോവയ്ക്ക് ഉപ്പിലിട്ടത് കണ്ടത്. അപ്പം തന്നെ എനിക്ക് വേണമെന്ന് ഞാൻ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു നാളെ ഉണ്ടാക്കി തരാമെന്ന്. അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ടേസ്റ്റ് ഉണ്ടാവില്ല, വെറുതെ ഇട്ടിട്ട് കളയേണ്ട വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞാൽ എപ്പോഴും ഉപ്പേരി വെച്ചിട്ടല്ലേ കഴിക്കുക, അപ്പോൾ പിന്നെ ഈ പ്രാവശ്യം നമുക്ക് ഉപ്പിലിടാന്ന്. അമ്മ അപ്പം തന്നെ പറഞ്ഞു നീ എന്തെങ്കിലും ചെയ്യുന്നു. ഞാനിങ്ങനെ ഉപ്പിലിടാനോ അച്ചാറിടാനോ ഒന്നും നിൽക്കൂല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലവർ കണ്ടിട്ടില്ലേ, അവരെ ഉപ്പിലിടുകയാണെങ്കിൽ അച്ചാറിലിടുകയാണെങ്കിലും പെട്ടെന്നൊന്നും പൂത്തു പോകില്ല. പക്ഷെ ചിലവർ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പൂത്തു പോകും. ഞാനും അങ്ങനെ തന്നെ കേട്ടോ. എന്തെങ്കിലും അച്ചാറിലിടുകയോ ഉപ്പിലിടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് പൂത്തു പോകും കേട്ടോ. പക്ഷെ അതിൻ്റെ അമ്മ ഇട്ടിട്ടുണ്ടെങ്കിൽ പൂത്തു പോകില്ല. ഈ മാങ്ങയോ മുളകോ പൈനാപ്പിളോ ഉപ്പിലിടുന്ന പോലെ അല്ല കേട്ടോ ഇത്. ഞാൻ ഇത് ഇന്നേ വരെ കഴിച്ചിട്ടില്ല, എങ്ങനെ ഉണ്ടാവുന്ന ദൈവത്തിനറിയാം. ഇത് ഞാൻ കഴിക്കാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അമ്മേൻ്റെ വക വേറൊരു ഡയലോഗ്, ഇത് ഞാൻ വായിക്കൂടെ കമത്തുന്നു. കാരണം ഞാൻ പറഞ്ഞിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പം അമ്മേനെയും തെറ്റ് പറയാൻ പറ്റില്ല. ഇതെന്തായാലും 3-4 ദിവസം കൊണ്ട് കോവയ്ക്കയിൽ ഉപ്പൊക്കെ പിടിക്കുന്നതാണ് പറയുന്നത്. ഏകദേശം പകുതി പണി ഞാൻ തന്നെ കേട്ടോ ചെയ്തത്. ഉപ്പിലിടുന്ന പരിപാടി മാത്രം കേട്ടോ അമ്മ ചെയ്തത്. ഞാൻ ഈ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പുറത്തെ വീട്ടിലത്തെ കുട്ടി വന്നത് കേട്ടോ. അവള് പക്കവടിയും വാങ്ങിയിട്ടാട്ടോ വന്നത്. പിന്നെ ഈ ഇടയായിട്ട് ചമ്മന്തിയും കിട്ടൂല അതിൻ്റെ കൂടെ, അതും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ എണ്ണക്കടികളോ പക്കവടിയോ ഒന്നും അങ്ങനെ കഴിക്കാത്തത് കൊണ്ട് തന്നെ അവൾ എൻ്റെ അടുത്ത് പൊന്നിച്ചിച്ചി പ്ലീസ് കഴിക്കുന്നു പറഞ്ഞിട്ടാണ് കേട്ടോ എന്നെ കൊണ്ട് കഴിപ്പിച്ചത്. നിങ്ങൾക്ക് സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ? ഞാൻ ഈ എന്തിൻ്റെ കാര്യത്തിൽ നുണ പറഞ്ഞാലും തിന്നുന്ന കാര്യത്തിൽ ഞാൻ സത്യമേ പറയാറുള്ളൂ. ഇന്ന് രാവിലെ അമ്മ അച്ഛനും പണിക്ക് പോയ പിന്നെ അവൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്കൊരു കൂട്ടായിട്ട്. ഇപ്പൊ വീടിൻ്റെ അടുത്ത് കുട്ടികളൊന്നും ഇല്ല കളിക്കാൻ, അപ്പോൾ അവൾ എൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. പൊന്നിച്ചിച്ചി അതെന്താ, പൊന്നിച്ചിച്ചി ഇതെന്താന്ന് ചോദിച്ചിട്ട് എൻ്റെ പുറകാലെ തന്നെ നടക്കും കേട്ടോ. അതെനിക്കൊരു സന്തോഷമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു കൂട്ടായല്ലോ. ഇന്നെന്തായാലും എനിക്ക് പാട്ട് വെച്ച് പണി ചെയ്യേണ്ട ആവശ്യം വന്നില്ല, കാരണം അവൾ ഉണ്ടായിരുന്നു. വെറുതെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വിളിച്ചാലോ അല്ലെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചാലോ എന്നൊക്കെ. പിന്നെ എല്ലാവരും ഒരുപോലെ ഒന്നും ആയിരിക്കില്ലല്ലോ, എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ തിരക്കുണ്ടാവുമല്ലോ. ഞാൻ എന്തായാലും ഇത് കഴിച്ചിട്ടുള്ള വീഡിയോ ഞാൻ ഇടാട്ടോ, എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഞാൻ ഇടാട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയതിന് ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഇനി നിങ്ങൾ ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ കഴിഞ്ഞ വർഷം, അതായത് 2025 വരെയൊക്കെ ഞാൻ നന്നായിട്ട് കരയായിരുന്നു ആരെങ്കിലും എൻ്റെ അടുത്ത് തെറ്റിയെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഞാൻ ആരോടെങ്കിലും തെറ്റിയെന്ന് പറഞ്ഞിട്ടൊക്കെ. പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെയല്ല കേട്ടോ, ഞാൻ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമ്മളതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ആരില്ലെങ്കിലും നമുക്ക് നമ്മളെ ഉള്ളൂ എന്ന് ഓർത്തിട്ട് ഈ ഉപ്പിലിട്ടത് കഴിക്കുക. അപ്പോൾ ഓക്കെ ബൈ.